ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 12ാമത്തെ ചാപ്റ്ററാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും. ക്വസ്റ്റ്യൻ നമ്പർ 1, വാട്ട് ഈസ് ദ ജുഡീഷ്യൽ റിവ്യൂ? എന്താണ് നീതിന്യായ പരിശോധന? നീതിന്യായ പരിശോധന എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ: പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമങ്ങളോ എക്സിക്യൂട്ടീവ് നടപ്പിൽ വരുത്തുന്ന നിയമങ്ങളോ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത്തരം നിയമങ്ങൾ അസാധുവായി പ്രഖ്യാപിക്കുവാൻ ഇന്ത്യയിലെ ഭരണഘടനാ കോടതികൾക്ക് അധികാരമുണ്ട്. ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിൽ കോടതിക്കുള്ള പങ്ക് സ്തുത്യർഹമാണ്. ഇതാണ് നീതിന്യായ പുനഃപരിശോധന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യയുടെ പാർലമെൻറ്റ് നടപ്പിലാക്കിയ നിയമങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരെ ആ ജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവ വീണ്ടും പരിശോധിക്കുന്നതിനെയാണ് നീതിന്യായ പുനഃപരിശോധന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് PIL? PIL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. പൊതു താൽപ്പര്യ ഹർജി എന്നാൽ എന്താണ്? അതിൻ്റെ ആൻസർ: ഭരണഘടനയുടെ 226 വകുപ്പ് പ്രകാരമാണ് പൊതു താൽപ്പര്യ ഹർജിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പൊതുകാര്യ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളിൽ പൗരന്മാർക്കുള്ള അവകാശ സംരക്ഷണം നൽകുന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താൽപ്പര്യം, ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയിലുള്ള പൗരന്മാരുടെ മൊത്തമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊതു താൽപ്പര്യ ഹർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ കോമ്പോസിഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയുടെ ഘടന വിശദമാക്കുക. സുപ്രീം കോടതിയുടെ ഘടന വിശദമാക്കുക. അതിൻ്റെ ആൻസർ നോക്കൂ. ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ മുഖ്യ ന്യായാധിപനും 25 മറ്റുള്ള ന്യായാധിപന്മാരും ഉണ്ടായിരിക്കും. അതായത് ഒന്നാമത്തത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയില്ലേ, അങ്ങനെ പറയുന്ന സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപൻ. ഇനി അദ്ദേഹത്തിൻ്റെ കീഴിൽ മറ്റുള്ള 25 ന്യായാധിപന്മാരും ഉണ്ടായിരിക്കും. ഈ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കും. മുഖ്യ ന്യായാധിപൻ്റെ അഭിപ്രായ ശേഷം അറിഞ്ഞതിന് ശേഷമാണ് മറ്റു ന്യായാധിപന്മാരെ പ്രസിഡന്റ് നിയമിക്കുന്നത്. അപ്പോൾ ആദ്യം സുപ്രീം കോടതിയുടെ മുഖ്യ ജഡ്ജിയെ നിയമിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് മറ്റുള്ള 25 പേരെ നിയമിക്കുന്നത്. ഭരണഘടന പ്രകാരം സുപ്രീം കോടതി ന്യായാധിപനായി നിയമിക്കപ്പെടുവാൻ വേണ്ടി ചില യോഗ്യതകൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ആ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത്, അദ്ദേഹം ഇന്ത്യൻ പൗരനായിരിക്കണം. 2, ഒരു ഹൈക്കോടതിയിലോ അതുപോലെ തുടർച്ചയായി 2 or 3 കോടതികളിലോ 5 വർഷം ന്യായാധിപനായി പ്രവർത്തിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, 10 വർഷത്തോളം ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2 or 3 കോടതികളിലോ തുടർച്ചയായി വക്കീലായി പ്രവർത്തിച്ചിരിക്കണം. നാലാമത്തെ കാര്യം, ആ വ്യക്തി മികച്ച ന്യായാധിപനാണ് എന്നുള്ള അഭിപ്രായം പ്രസിഡന്റിന് ഉണ്ടായിരിക്കണം. അദ്ദേഹം സുപ്രീം കോടതിയിൽ ന്യായാധിപനായി നിയമിക്കാൻ പറ്റുന്ന ആളാണ് എന്നുള്ള ഒരു ബോധ്യം പ്രസിഡന്റിന് ഉണ്ടായിരിക്കണം. അഞ്ചാമത്തത്, സുപ്രീം കോടതിയിലെ ന്യായാധിപന്മാർക്ക് 65 വയസ്സ് തികയുന്നതുവരെ ആ സ്ഥാനത്ത് ഇരിക്കുവാൻ പറ്റുന്നതാണ്. അപ്പോൾ പരമാവധി വയസ്സ് 65 വയസ്സാണ്. ഇനി നെക്സ്റ്റ് ആറാമത്തത്, സുപ്രീം കോടതിയുടെ സ്ഥിരമായ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് ഉണ്ടായിരിക്കുക. ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിലാണ്. ഈ കാര്യങ്ങളാണ് സുപ്രീം കോടതി ന്യായാധിപന്മാരാകുവാനുള്ള യോഗ്യതയായിട്ട് പറയുന്നത്. ഇനി
നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. പൊതു താൽപര്യ വ്യവഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് പൊതു താൽപര്യ വ്യവഹാരം കൊണ്ടുവന്നിട്ടുള്ളത്? അതിൻ്റെ ആൻസർ നോക്കൂ. ഭരണഘടനാപരവും നിയമപരവുമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ഉപാധിയാണ് പൊതുജന താൽപര്യ വ്യവഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു നിയമം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് പൊതുജനങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊതുജന താൽപര്യ വ്യവഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊതു താൽപര്യമുള്ള ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനു വേണ്ടി, പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഈ സാമൂഹ്യ പ്രവർത്തകരാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ പൊതു സമൂഹത്തിൻ്റെ പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻകൈയെടുക്കാറുള്ളത്. ഇത്തരം ആളുകൾക്ക് സുപ്രീം കോടതിയെ സമീപിക്കുവാൻ പറ്റുന്നതാണ്. ഇതിന് ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിനുള്ള അപേക്ഷ നിഷേധിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമല്ല കൊടുക്കാനാവൂ എന്ന ഭരണഘടനാ വാദമാണ് ഈ പൊതുജന താൽപര്യാർത്ഥം എന്നതുകൊണ്ട് ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കുവാനുള്ള കാര്യം അതായിരുന്നു. അതായത് ജനങ്ങളുടെ മൗലിക അവകാശങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിനുള്ള അപേക്ഷ അത് നിഷേധിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമല്ല കൊടുക്കാനാവൂ എന്നതാണ് ഭരണഘടന പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പൊതുജന താൽപര്യ ഹർജികൾ അല്ലെങ്കിൽ പൊതുജന താൽപര്യ നിയമ പോരാട്ടങ്ങൾ കൂടുതലായിട്ടും നടക്കുവാനുള്ള കാരണം അതുകൊണ്ടാണ്. പൊതു താൽപര്യ ഹർജി അനുവദിച്ചതിലൂടെ ഏത് വ്യക്തിക്കും മറ്റൊരാളുടെ ഭരണഘടനാപരമായോ അല്ലെങ്കിൽ നിയമപരമായോ ഉള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് കോടതിയെ സമീപിക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഏതൊരു വ്യക്തിയുടെയും ഒന്നുകിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെയോ അവകാശ കാര്യങ്ങളെ നിഷേധിക്കുകയും അവ പുനഃസ്ഥാപിച്ചു കിട്ടുവാൻ വേണ്ടി കോടതിയെ സമീപിക്കുവാൻ കഴിയുന്നതാണ്. കൂട്ടായ പ്രവർത്തനത്തിൽ കൂടിയും പൊതു താൽപര്യ വ്യവഹാരത്തിലൂടെയും പ്രാതിനിധ്യ നടപടികളിലൂടെയുമാണ് ഇത്തരത്തിലുള്ള നീതികൾ ലഭിക്കുക. അതുകൊണ്ടാണ് പൊതു താൽപര്യ ഹർജിയിലൂടെ കോടതിയെ സമീപിക്കുന്നത്. ആധുനിക ഘട്ടത്തിലെ ഭരണഘടനാനുസൃതമായ നിയമശാസ്ത്രം, അതായത് ധർമ്മനീതി ആണെന്ന് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ 1981 പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചീഫ് ജസ്റ്റിസിൻ്റെ പ്രഖ്യാപനം കൂടെ വന്നതോടുകൂടെയാണ് പൊതുജന താൽപര്യ ഹർജികൾക്കെല്ലാം ധാരാളം പ്രാധാന്യങ്ങൾ വരുവാനുള്ള സാഹചര്യവും ഉണ്ടായത്. ദാരിദ്ര്യം കൊണ്ടോ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അവശതകൾ കാരണമായിട്ടോ സ്വന്തം അവകാശങ്ങൾ അനുവദിച്ച് കിട്ടുന്നതിനു വേണ്ടിയിട്ടും അതുപോലെ സങ്കട നിവാരണത്തിനു വേണ്ടിയിട്ടും കോടതിയെ സമീപിക്കുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ അവകാശങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, ഈ കാര്യങ്ങൾക്കൊന്നും യഥാർത്ഥ രീതിയിലുള്ള നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ കോടതിയെ സമീപിക്കുവാൻ ആ വ്യക്തികൾക്ക് അവകാശമുണ്ട്. പൊതുപ്രവർത്തന നിരതമായ സാമൂഹ്യ പ്രവർത്തകർ നൽകുന്ന പൊതു താൽപര്യ വ്യവഹാരങ്ങൾ കോടതി അനുവദിക്കുകയും ചെയ്യാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് മാത്രമായിട്ടല്ല, ഒരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ എല്ലാവരുടെയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില സാമൂഹ്യ പ്രവർത്തകരോ ഇനി അല്ലെങ്കിൽ ചില രാഷ്ട്രീയ സംഘടനകളൊക്കെ പൊതു താൽപര്യ ഹർജികൾ കൊടുക്കാറുണ്ട്. പൊതു താൽപര്യ വ്യവഹാരം അനുസരിച്ച് ഒരു വ്യക്തിക്കോ സാമൂഹ്യ സംഘടനക്കോ ഏതെങ്കിലും ഒരു ഉത്തരവോ അല്ലെങ്കിൽ നിർദ്ദേശമോ റിട്ടോ അനുവദിച്ച് കിട്ടുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരം വ്യക്തിക്ക് പ്രശ്നത്തിൽ വേണ്ടത്ര താൽപര്യം ഉണ്ടോ, അതോ ദുരുദ്ദേശപരമായിട്ടാണോ അല്ലെങ്കിൽ
രാഷ്ട്രീയപരമായിട്ട് മുതലെടുപ്പ് ഇതിൽ വരുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിക്ക് തീരുമാനിക്കാവുന്നതാണ്. ചില ആളുകൾ ഓരോ അവരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും പൊതുജന താല്പര്യ ഹർജി നൽകുന്നത്. പക്ഷേ കോടതി അത് വിശദമായി പരിശോധിക്കുകയും അതിൽ ഇത്തരത്തിലുള്ള വ്യക്തി താല്പര്യമോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കോടതിക്ക് പരിശോധിച്ച് തീരുമാനിക്കാവുന്നതാണ്. പൊതു താല്പര്യ വ്യവഹാരങ്ങൾ അനുവദിച്ച് കിട്ടുന്നത് വഴി ആർട്ടിക്കിൾ 32ന്റെ വ്യാപ്തി കോടതി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേറ്റിൻ്റെ പ്രവർത്തനം കൊണ്ട് പാവപ്പെട്ടവരും നിരാശ്രയരും കോടതിയെ സമീപിക്കാൻ സാമ്പത്തിക സ്ഥിതിയില്ലാത്തവരുമായി കഴിഞ്ഞാൽ അവർക്ക് നേരെ നീതിനിഷേധം ഉണ്ടാവുകയോ അല്ലെങ്കിൽ പൊതു താല്പര്യ വ്യവഹാരത്തിലൂടെ ജുഡീഷ്യറി ഇടപെടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ജനങ്ങൾ അതുപോലെ നിരാശ്രയായിട്ടുള്ള ആളുകൾ അവർക്ക് സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ അവകാശപരമായ കാര്യങ്ങളിലോ എന്തെങ്കിലും നീതിനിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതു താല്പര്യ വ്യവഹാരത്തിലൂടെ ജുഡീഷ്യറിക്ക് ഇടപെടുവാനും അതിലൂടെ അവരുടെ അവകാശങ്ങൾ നൽകുവാനും സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ആൻഡ് പവർ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിയുടെ അധികാരപരിധിയും ധർമ്മങ്ങളും വിശദീകരിക്കുക. അതിൻ്റെ ആൻസർ നോക്കൂ. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ പരമോന്നത കോടതിയാണ് ഡാഷ് സുപ്രീം കോടതി. ഇത് ഇന്ത്യയുടെ ഫെഡറൽ കോടതിയാണ്. മറ്റ് ഫെഡറൽ രാജ്യങ്ങളിലുള്ള പരമോന്നത കോടതിയേക്കാൾ അധികാരം ഇന്ത്യയിലെ സുപ്രീം കോടതിക്ക് ഉണ്ട്. അവക്ക് 3 രീതിയിലുള്ള അധികാരങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിലൊന്നാമത്തത് തനത് അധികാരം, 2 അപ്പീൽ അധികാരം, 3 ഉപദേശ അധികാരം. ഈ 4 അധികാരങ്ങളാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതിക്കുള്ളത്. ഇനി 3 അധികാരങ്ങളെക്കുറിച്ച് നോക്കാം. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് തനത് അധികാരങ്ങൾ, ഒറിജിനൽ ജൂറിഡിക്ഷൻ. തനത് അധികാരങ്ങളാണ്. താഴെ പറയുന്ന പ്രശ്നങ്ങൾ സുപ്രീം കോടതിക്ക് മാത്രമായിട്ട് തനത് അധികാരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒന്നാമത്തത് കേന്ദ്ര സർക്കാരും ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് 29 സംസ്ഥാനങ്ങൾ, അവിടെയുള്ള സംസ്ഥാന സർക്കാരുകളാണ് ഭരിക്കുന്നത്. അതുപോലെ ഇന്ത്യ മൊത്തമായിട്ട് കേന്ദ്ര സർക്കാരും ഭരിക്കുന്നു. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഇടപെടുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് സർക്കാരും കേന്ദ്ര സർക്കാരും ഏതെങ്കിലും സംസ്ഥാനമോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളുമായോ ഒരു ഭാഗത്തും മറ്റേതെങ്കിലും സംസ്ഥാനമോ അല്ലെങ്കിൽ സംസ്ഥാനമോ അല്ലെങ്കിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളോ മറുഭാഗത്തും വരുന്നതാണെങ്കിൽ, അതായത് 2 പോയിന്റ് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര സർക്കാർ, മറുഭാഗത്ത് സംസ്ഥാന സർക്കാരുകളായിരിക്കും. ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടുവാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തത് വരുന്നത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. നേരത്തെ പറഞ്ഞത് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളുമായിരുന്നു. ഇനി പറയുന്നത് 2 സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതിൽ സുപ്രീം കോടതിക്ക് ഇടപെടുവാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് നാലാമത്തത് പ്രസിഡന്റിൻ്റെയോ വൈസ് പ്രസിഡന്റിൻ്റെയോ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർലമെന്റിലെ ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിൻ്റെയോ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അതിൽ ഇടപെടുവാൻ പറ്റും. 5ാമത്തെ കാര്യം ആർട്ടിക്കിൾ 32 പ്രകാരം മൗലിക അവകാശങ്ങൾ നടപ്പിൽ വരുത്തുവാൻ, അതുപോലെ പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ കോടതിക്ക് നേരിട്ട് ഇടപെടുവാനും സാധിക്കുന്നതാണ്. ജനങ്ങളെ ബാധിക്കുന്ന, പൊതുവായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സുപ്രീം കോടതിക്ക് നേരിട്ട് ഇടപെടുവാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളാണ് തനത് അധികാരങ്ങൾ, ഒറിജിനൽ ജൂറിഡിക്ഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് രണ്ടാമത്തതാണ്
അപ്പീൽ അധികാരം. രണ്ടാമത്തത് അപ്പീൽ അധികാരം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി. അപ്പീൽ അധികാരം 3ആയി വിഭജിക്കുവാൻ പറ്റുന്നതാണ്. അതിൽ ഫസ്റ്റ് ഒന്നാമത്തത് ഭരണഘടനാപരമായത്, 2 സിവിൽ, 3 ക്രിമിനൽ. ഈ 3 രീതിയിലാണ് അപ്പീൽ അധികാരം വിഭജിക്കുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നത് ഒന്നാമത്തത് ഭരണഘടനാപരമായ തർക്കങ്ങളാണ്. ഒന്നാമത്തത് അപ്പീൽ ഇൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസ്. ഭരണഘടനാപരമായ തർക്കങ്ങളിൽ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിനുതകുന്ന ഗൗരവമേറിയ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുവാൻ സാധിക്കുന്നതാണ്. അതായത് എന്തെങ്കിലും പ്രശ്നത്തിൽ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം ഗൗരവമേറിയ പ്രശ്നങ്ങളിൽ ഹൈക്കോടതി ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ അപ്പീൽ മുമ്പ് തൊട്ടു മുകളിൽ, ഹൈക്കോടതിയുടെ മുകളിലാണ് ആരുള്ളത്? സുപ്രീം കോടതി ഉള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകാവുന്നതാണ്, അപ്പീൽ നൽകാവുന്നതാണ്. അപ്പം അത്തരമൊരു സർട്ടിഫിക്കറ്റ് ഹൈക്കോടതി നിഷേധിച്ചാൽ ഭരണഘടനാപരമായിട്ടുള്ള വ്യാഖ്യാനം ആവശ്യമുള്ള ഗൗരവമേറിയ പ്രശ്നങ്ങൾ തർക്കത്തിലുണ്ടെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അപ്പീൽ നൽകുന്നതിന് പ്രത്യേക അനുമതി സുപ്രീം കോടതിക്ക് നൽകാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതി ഹൈക്കോടതി നൽകിയ കാര്യത്തിൽ ഗൗരവമുണ്ട് എന്നും ഇനി അതിന് അപ്പീൽ നൽകാൻ പറ്റാവുന്ന ഒരു തർക്കമാണ് എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് അപ്പീൽ നൽകുന്നതിന് അനുമതി നൽകാവുന്നതാണ്. ഇനി സുപ്രീം കോടതി സ്വയം മുൻകൈയെടുത്തോ അല്ലെങ്കിൽ അറ്റോർണി ജനറലിൻ്റെ അപേക്ഷ പ്രകാരമോ പൊതുപ്രാധാന്യമുള്ള വസ്തുവ്യവഹാരം, പണസംബന്ധമായതോ അല്ലെങ്കിൽ കുടുംബപരമായതോ മറ്റു ഉടമ്പടികൾ മുതലായ കേസുകളാണ് സിവിൽ കേസുകളിൽ ഉൾപ്പെടുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ പ്രധാനമായിട്ടും 3 രീതിയിലുള്ള അപ്പീൽ അധികാരമാണ് വരുന്നത്. അതിൽ ഭരണഘടനാപരമായത് പറഞ്ഞു. ഇനി സിവിൽ കേസുകളാണ്. അതിൽ പ്രധാനമായിട്ട് വരുന്നത് വ്യവഹാരപരമായിട്ടുള്ളത്, അതുപോലെ പണസംബന്ധമായത്, കുടുംബപരമായത്, മറ്റുള്ള എഗ്രിമെൻറ്റുകൾ, ഉടമ്പടികൾ മുതലായവ കേസുകളാണ് സിവിൽ കേസുകളിൽ ഉൾപ്പെടുന്നത്. വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഹൈക്കോടതികളോട് ആവശ്യപ്പെടാവുന്നതാണ്. എന്തെങ്കിലും പ്രത്യേകമാക്കപ്പെട്ട സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നടക്കുന്ന കേസുകൾ അത് സുപ്രീം കോടതിയിലേക്ക് മാറ്റുവാനും സുപ്രീം കോടതിക്ക് ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് വരുന്നതാണ് സിവിൽ തർക്കങ്ങൾ. അപ്പീൽ ഇൻ സിവിൽ കേസസ്. സിവിൽ കേസുകൾ നൽകുന്ന അപ്പീലുകളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സിവിൽ കേസുകളിൽ വരുന്നത് വസ്തുവ്യവഹാരം, പണസംബന്ധമായ കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങൾ, മറ്റ് ഉടമ്പടികൾ മുതലായ കേസുകളാണ് സിവിൽ കേസുകളിൽ ഉൾപ്പെടുന്നത്. വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റുന്നതിന് ഹൈക്കോടതികളോട് ആവശ്യപ്പെടുവാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. ഹൈക്കോടതി മുമ്പാകെയുള്ള സിവിൽ തർക്കങ്ങളിൽ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നിയമപ്രശ്നം സുപ്രീം കോടതി തീരുമാനമാക്കേണ്ടതുള്ളത് കൊണ്ട് സുപ്രീം കോടതി തീരുമാനമാക്കേണ്ടതാണ് എന്ന്, അല്ലെങ്കിൽ തീരുമാനമാക്കേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഹൈക്കോടതിയുടെ ഏതെങ്കിലും വിധികളിൽ സുപ്രീം കോടതിയാണ് അതിൽ വിധി കൽപ്പിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുപ്രീം കോടതി പറയുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും സുപ്രീം കോടതിയെ അപ്പീൽ ബോധിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നതിന് ഹൈക്കോടതി വിസമ്മതിക്കുകയാണെങ്കിൽ സുപ്രീം കോടതി പ്രത്യേക അപ്പീൽ അനുമതി നൽകിയാൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീലിന് ബോധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ സുപ്രീം കോടതി അപ്പീൽ നൽകുന്നതിന് എതിരായി ഹൈക്കോടതി പറയുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുന്നതിനുള്ള അനുമതി ആ വ്യക്തിക്കോ അല്ലെങ്കിൽ സംഘടനക്കൊക്കെ നൽകാവുന്നതാണ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മൂന്നാമത്തതാണ് ക്രിമിനൽ തർക്കങ്ങൾ. തേർഡ് വൺ വരുന്നത് ക്രിമിനൽ തർക്കങ്ങൾ. അപ്പീൽ ഇൻ ക്രിമിനൽ കേസസ്. ക്രിമിനൽ തർക്കങ്ങൾ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുന്നത് താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ്. അത് ഒന്നാമത്തെ കാര്യം, കീഴ്ക്കോടതി വെറുതെ വിട്ട പ്രതിയെ അപ്പീലിനെ തുടർന്ന്
ഹൈക്കോടതി കുറ്റക്കാരനായി കാണുകയും വധശിക്ഷ വിധിക്കുകയും ചെയ്താൽ സുപ്രീം കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കുവാൻ പറ്റും. അപ്പോൾ കീഴ്ക്കോടതി ഒരു വ്യക്തിയെ വെറുതെ വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതി കൊടുത്ത വ്യക്തി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നതാണ്. അങ്ങനെ ഹൈക്കോടതി അദ്ദേഹത്തിനെ തൂക്കിക്കൊല്ലുവാൻ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷക്കെതിരെ അപ്പീലിന് പോകുവാൻ സുപ്രീം കോടതിയിൽ അദ്ദേഹത്തിന് അപ്പീൽ ബോധിപ്പിക്കുവാൻ പറ്റും. അതായത് താഴെ ഉള്ള കോടതികളുടെ വിധിക്കെതിരായി മുകളിലുള്ള കോടതികളിലേക്ക് അങ്ങനെ പോകാൻ പറ്റുമെന്നർത്ഥം. ഇനി കീഴ്ക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി സ്വയം മാറ്റപ്പെട്ട കേസുകളിൽ വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ വിധി സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരത്തിന് വിധേയമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയാലും സുപ്രീം കോടതിയിൽ അപ്പീലിന് പോകുവാൻ പറ്റുന്നതാണ്. സുപ്രീം കോടതിക്ക് ഇന്ത്യയിലെ ഏത് കോടതിയുടെയും ട്രൈബ്യൂണലിൻ്റെയും വിധിക്കെതിരെ അപ്പീൽ നൽകുവാനുള്ള പ്രത്യേക അപ്പീൽ അനുമതി നൽകുവാനുള്ള അധികാരമുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ നീതിന്യായ വ്യവസ്ഥയും വരുന്നത് സുപ്രീം കോടതിയുടെ കീഴിലാണ്. അപ്പോൾ ഹൈക്കോടതിയുടെയോ അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെയോ അല്ലെങ്കിൽ സെഷൻ കോടതിയുടെയൊക്കെ അപ്പീലുകൾക്കെതിരായിട്ട് പ്രത്യേകമാക്കപ്പെട്ട അപ്പീൽ അധികാരം നൽകുവാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. സുപ്രീം കോടതിയുടെ കീഴിലെ മറ്റ് എല്ലാ കോടതികളും വ്യവഹാരങ്ങളെല്ലാം വരുന്നത്. ഇനി സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് നിയമം നിർമ്മിക്കുവാൻ പാർലമെന്റിന് അധികാരം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ കൊണ്ടുവരുന്ന ബില്ലുകൾ മറ്റു കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് ഈ സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരമെല്ലാം നിശ്ചയിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് മൂന്നാമത്തത് ഉപദേശാധികാരങ്ങളാണ് മൂന്നാമത്തത് വരുന്നത്. ഇവിടെ സുപ്രീം കോടതിക്ക് ഉപദേശ അധികാരമുണ്ട്. അതെങ്ങനെയാണ്? പൊതു പ്രാധാന്യമുള്ള നിയമങ്ങളും വസ്തുതകളും സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ അഭിപ്രായം ചോദിക്കുവാൻ ഇന്ത്യൻ പാർലമെന്റ് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രസ്തുത വിഷയം സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിനായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നിയമങ്ങളോ പൊതു പ്രാധാന്യമുള്ള നിയമങ്ങളോ വസ്തുതകളോ സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടുവാനുള്ള അവകാശം ആർക്കുണ്ട്? പാർലമെന്റിന് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും അവസാനമായിട്ട് ആരോടാണ് ചോദിക്കുന്നത്? സുപ്രീം കോടതിയോടാണ് ചോദിക്കുന്നത്. ഉപദേശാധികാരത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആർട്ടിക്കിൾ 143 രണ്ട് വ്യവസ്ഥകളുണ്ട്. ഒന്നാം വ്യവസ്ഥ പ്രകാരം അഭിപ്രായം ആരായുകയാണെങ്കിൽ സുപ്രീം കോടതിക്ക് അഭിപ്രായം പറയുവാനും അതുപോലെ പറയാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പം ഇങ്ങനെ വിഷയം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് അഭിപ്രായം പറയാനും പറ്റും, അതുപോലെ തന്നെ പറയാതിരിക്കുവാനുള്ള അവകാശം, സ്വാതന്ത്ര്യം സുപ്രീം കോടതിക്കുണ്ട്. പക്ഷെ രണ്ടാമത്തെ വ്യവസ്ഥ അനുസരിച്ച് ഒരു പ്രശ്നം റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ അഭിപ്രായം പറയുവാൻ കോടതിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ മറ്റുള്ള കോടതികളുടെയും അതുപോലെ ചില സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ട സന്ദർഭങ്ങളിൽ പാർലമെന്റിൻ്റെയും വ്യവഹാര പ്രവർത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള അധികാരവും ഉത്തരവാദിത്തവും ബാധ്യതയും സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ് നാലാമത്തത് വരുന്നത് സ്വന്തം വിധി പ്രഖ്യാപനം പരിശോധിക്കുന്നതിനുള്ള അധികാരം. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരമോന്നത കോടതി ആരാണ്? സുപ്രീം കോടതിയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു കാര്യം വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുവാനുള്ള അധികാരം ആർക്കും ഇല്ല. ഇനി അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യരാണല്ലോ, അല്ലെങ്കിൽ അവിടെയുള്ള ജഡ്ജിമാരും തെറ്റ് സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. അതേക്കുറിച്ചാണ് പറയുന്നത്. സ്വന്തം വിധി പ്രഖ്യാപനം പരിശോധിക്കുന്നതിനുള്ള അധികാരം. സ്വയം പ്രഖ്യാപനം നടത്തിയ ഏതൊരു വിധിയും പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. തെറ്റുകൾ പറ്റുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാവുകയില്ല.
എന്ന ധാരണയിലാണ് ഈ അധികാരം നൽകിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള അധികാരമുള്ള ഒരു അധികാരസ്ഥാനവും ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ടാണ് സ്വന്തം വിധി പ്രസ്താവം പുനഃപരിശോധിക്കുന്നതിനുള്ള അധികാരം കോടതിക്കില്ലെങ്കിൽ അബദ്ധ വിധി പ്രസ്താവം എല്ലാ കാലവും നിലനിൽക്കും. അതിനാലാണ് ഭരണഘടന സ്വന്തം വിധിന്യായങ്ങൾ പുനഃപരിശോധിക്കുന്നതിന് സുപ്രീം കോടതിയെ അധികാരപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധിയിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സാധ്യത വരികയാണെങ്കിൽ അതിനെ പുനഃപരിശോധിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സുപ്രീം കോടതിക്ക് പുനഃപരിശോധന അധികാരം നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ അപ്പീൽ അധികാരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വരുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വാട്ട് ഈസ് മെൻ ബൈ കോർട്ട് ഓഫ് റെക്കോർഡ്? രേഖാ കോടതി എന്നാൽ എന്താണ്? കോർട്ട് ഓഫ് റെക്കോർഡ്, രേഖാ കോടതി. ഇവിടെ ഭരണഘടന സുപ്രീം കോടതിയെ ഒരു രേഖാ കോടതിയായി വിഭാവനം ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾക്ക് നിയമപരവും ഭരണപരവുമായ പ്രാധാന്യം ഉണ്ട്. അപ്പോൾ സുപ്രീം കോടതിയിലെ ഓരോ രേഖകൾക്കും അതിന് നിയമപരമായതും അതുപോലെ ഭരണപരവുമായിട്ടുള്ള പ്രാധാന്യം ആ രേഖകൾക്കുണ്ട്. രാജ്യത്തെ ഏത് കോടതിയിലും ഒരു പ്രശ്നം സമർത്ഥിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള സാക്ഷ്യമായി ആ രേഖകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപനം നടത്തി അത് രേഖയാക്കി കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന കേസുകൾക്കൊക്കെ ഈ ഒരു രേഖ ബാധകമായിട്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് തെളിവ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നർത്ഥം. സുപ്രീം കോടതിക്ക് കോർട്ട് ലക്ഷ്യത്തിന് ശിക്ഷ നൽകുവാനുള്ള അധികാരം ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും അധികാരം ലഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ടാണ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ അധികാര ഘടകങ്ങൾക്കും അധികാരം ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിധി പ്രഖ്യാപിക്കുവാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ജുഡീഷ്യൽ റിവ്യൂ? എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഇവിടെ സുപ്രീം കോടതിക്ക് നീതിന്യായ പുനഃപരിശോധന നടത്തുവാനുള്ള അധികാരമുണ്ട്. അതായത് ഏതെങ്കിലും നിയമമോ എക്സിക്യൂട്ടീവ് നടപടികളോ ഭരണഘടനാ വ്യവസ്ഥകളോ ലംഘിക്കുകയാണെങ്കിൽ അതിനെ ഭരണഘടനാ ലംഘനം എന്നോ അല്ലെങ്കിൽ അസാധുവെന്നോ അധികാര പരിധിക്ക് പുറത്തുള്ളതെന്നോ പ്രഖ്യാപിക്കുന്നതിനുള്ള അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും നിയമമോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നടപടികളോ ഭരണഘടനാ വ്യവസ്ഥകളോ ലംഘിക്കുകയാണെങ്കിൽ അതിനെ ഭരണഘടനാ ലംഘനം അല്ലെങ്കിൽ അസാധുവെന്നോ അധികാര പരിധിക്ക് പുറത്തുള്ളതെന്നോ എന്ന് ഫൈനലായിട്ട് പ്രഖ്യാപിക്കുന്ന അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭരണഘടനയുടെ സംരക്ഷകനായിട്ടാണ് എപ്പോൾ സുപ്രീം കോടതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ജനങ്ങൾക്കെതിരായിട്ട് പൊതുജനത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദമുയർത്തുന്നത്, വിധികൾ കൊണ്ടുവരുന്നത് ആരായിരിക്കും? സുപ്രീം കോടതി ആയിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ട് എന്ത് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഭരണഘടനയുടെ സംരക്ഷകനായിട്ടാണ് സുപ്രീം കോടതി എപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഓരോ ഗവൺമെൻറ് ഘടകത്തിനും ഭരണഘടന ചില അധികാരങ്ങളും പരിമിതികളും കൽപ്പിച്ചിട്ടുണ്ട്. ഈ പരിമിതികൾ ലംഘിക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേറ്റീവിൻ്റെയും നടപടികൾ അസാധുവാക്കുന്നതിന് സുപ്രീം കോടതി നൽകുന്ന അനേകം വ്യവസ്ഥകളും എവിടെ പറയുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ഗവൺമെൻറ് ഘടകത്തിലും ഭരണഘടന ചില അധികാരങ്ങളും പരമാധികാരങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്. ഈ പരിമിതികൾ ലംഘിക്കുന്ന എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും നടപടികൾ അസാധുവാക്കുന്നതിന് സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്ന ധാരാളം വ്യവസ്ഥകൾ എവിടെയുണ്ട്? ഭരണഘടനയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 12ാമത്തെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ.